പെണ്ണാണ്, ഇത് പെൺകുട്ടിയാണ്, ആരും ഇനി ഇതിനെ ആണാക്കാൻ ശ്രമിക്കണ്ട കേട്ടോ. പെണ്ണിന്റെ എല്ലാ അംഗലാവണ്യവും ഉണ്ട്. സുന്ദരിയല്ലേ, എല്ലാ സൗന്ദര്യം കിട്ടിയിട്ടില്ലേ? ഇപ്പൊ എന്റെ അംഗീകാരം കിട്ടിയില്ലേ? എന്റെ അംഗീകാരം ഇല്ലെങ്കിൽ തന്നെ ഈ കുട്ടി അതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കിടന്ന് അല്ല 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 എന്ന് നമ്മുടെ തൊണ്ടയിട്ട് വലിച്ചു കീറാവുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ജാസിക്ക് തന്നെ ഇവിടെ സംശയമാണ് ഞാൻ പുള്ളിക്കാരി ഒരു പെണ്ണാണോ എന്നുള്ളത്. അതുകൊണ്ട് പല ആൾക്കാരെ വെച്ചിട്ട് ഇപ്പം കൺഫേം ചെയ്യിക്കുകയാണ് ഞാനൊരു പെണ്ണാണെന്ന്. ഇതിപ്പം ഈ സൈനന്ദ്രി ദേവി എന്ന് പറയുന്ന ആൾ കണ്ടോ ജാസി ഒരു പെണ്ണാണെന്ന് ഫുള്ള് തുറന്ന് കണ്ടോ? അതുകൊണ്ടാണോ ഇനി പറയുന്നത്? ഈ അംഗലാവണ്യം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതാവോ? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പെണ്ണിൻ്റെ അംഗലാവണ്യം അത് ജാസിക്ക് എവിടം കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് നോക്കുമ്പോൾ ഇവിടെ മാത്രം ഉള്ളത് കൊണ്ടാണോ, ഈ സിലിക്കോണിൻ്റെ കാര്യം ഉള്ളത് കൊണ്ടാണോ പെണ്ണായിട്ട് പുള്ളിക്കാരിക്ക് തോന്നിയത് എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫുള്ളായിട്ട് എന്തായാലും അഴിച്ച് കാണിച്ചിട്ടില്ല, മുകളിലത്തെ ഭാഗങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണിച്ചത്. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരി കൺഫേം ചെയ്തത് ഒരു ജാസി ഒരു പെണ്ണാണ്, അല്ലെങ്കിൽ എല്ലാ അംഗലാവണ്യവും ഉണ്ടെന്നുള്ളത്. അടുത്തിരിക്കുന്ന മറ്റേ കുവൈറ്റ് അമ്മായി ഉണ്ടല്ലോ, അമ്മായിയും ചോദിക്കുന്നുണ്ട് പെണ്ണിനേക്കാൾ സൗന്ദര്യമല്ലേ? ഈ പെണ്ണിനേക്കാൾ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? കുറേ വെളുപ്പിലാണോ നിങ്ങൾ സൗന്ദര്യം എന്ന് പറയുന്നത്? ചില ആൾക്കാരുണ്ട് ഈ വെളുപ്പാണ് ഭയങ്കര സൗന്ദര്യം എന്നൊക്കെ പറയുന്നത്. ആക്ച്വലി ഈ ജാസിയെ പോലെ തന്നെ എന്നൊന്നും എനിക്ക് അറിയത്തില്ല, പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ വുമൺ സീമ, വിനീത, അവരൊന്നും ആരെയും കൊണ്ടും ഇങ്ങനെ പറഞ്ഞ് കൺഫേം ചെയ്യിപ്പിക്കുന്നില്ല ഞാനൊരു പെണ്ണാണ് അല്ലെങ്കിൽ ഞാനൊരു പെണ്ണാണെന്ന്. ഒരാൾക്കാരും, അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ അവരാരും ഇങ്ങനെ പലവരെയും കൊണ്ടും കൺഫേം ചെയ്യിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സോ ഈ ജാസി മാത്രം എന്തിനാണ് ഇപ്പം ഇവരൊരു പെണ്ണാണെങ്കിൽ അവർ മാത്രം അറിഞ്ഞാൽ പോരെ? ഈ നാട്ടുകാർ മൊത്തം ഇവരെ പെണ്ണാണ് എന്ന് അംഗീകരിക്കണം എന്നുണ്ടോ? അതിനാണോ ഈ പറഞ്ഞുകൊണ്ട് നടത്തുന്നത്? യെസ് ഗൈസ്, എനിക്കിപ്പോൾ കാര്യം പിടികിട്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുന്നേ കുറച്ച് ഷർദിൽ നാടകവും കുറച്ച് പ്രസവവും ഒക്കെ പുള്ളിക്കാരി ഇങ്ങനെ കണ്ടൻ്റ് ആക്കിയിരുന്നല്ലോ. ഞാൻ ഇപ്പോൾ പ്രസവിക്കാൻ പോവുകയാണ്, ഞാനിപ്പം എനിക്ക് ശ്രദ്ധിക്കാൻ പറഞ്ഞു, ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി നടത്തിയല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെയും ഒന്നുകൂടെ കൺഫേം ചെയ്യിപ്പിക്കുമായിരിക്കാം. ഇനി അടുത്തൊരു നാടകം നമ്മുടെ സൈനന്ദ്രി ദേവിയെ കൊണ്ട് നടത്തിയിരിക്കുകയാണ്, ഇവർ കൺഫേം ചെയ്തിരിക്കുകയാണ് ഞാനൊരു പെണ്ണാണ് എന്നുള്ളത്. ഈ ജാസിയെ ഇത്രത്തോളം ആൾക്കാരെ നെഗറ്റീവ് പറയാനായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഇവരൊരു വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ആ ഒരു ലൈഫിലേക്ക് മാറാം, അല്ലെങ്കിൽ പേടി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാവരോടും എനിക്ക് പറയാൻ പേടി ആയതുകൊണ്ടാണ് ഇവർ വിവാഹം കഴിച്ചത്. ആ ഒരു ടൈമിൽ ആ ഒരു പെണ്ണിൻ്റെ ലൈഫ് നശിപ്പിക്കുകയാണ് ചെയ്തത്. കുറേ കാശ് കൊടുത്തു, ആ കാശ് കൊടുത്തുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ കാശ് കൊടുത്തില്ലെങ്കിലും ആ പെൺകുട്ടിയുടെ രണ്ടാം വിവാഹം എന്ന് പറയുന്നത് രണ്ടാം വിവാഹം തന്നെയാണ്. അത് ആ പെണ്ണിൻ്റെ ലൈഫിൽ എന്താ പറയുക, ആ ഒരു വിവാഹം കഴിഞ്ഞതാണ് എന്നൊരു സംഭവം വന്നത് തന്നെയാണ്. ഇത് ഈ ജാസിയുടെ ഒരു പേടി എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടിക്ക് ആ ഒരു അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു ലൈഫിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ആദ്യം തന്നെ നിന്നെ എല്ലാവരും വെറുക്കുന്നത്. ഇപ്പം ബാക്കിയുള്ള എല്ലാ ട്രാൻസ്ജെൻഡേഴ്സ്, അപ്പം മോസ്റ്റ് ഓഫ് ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവർ അന്ന് മുതലേ ഞാനൊരു പെണ്ണാണ്, എനിക്ക് വേറൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് തൻ്റെത്തോടെ ആ ഒരു ലൈഫ് ലീഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം നാളെ കേരളത്തിലുള്ള ആണുങ്ങളൊക്കെ ഞാൻ സാരി എടുത്തുകൊടുത്തിട്ട് ഞാനൊരു പെണ്ണാണ്, അല്ലെങ്കിൽ എനിക്ക് സർജറി ചെയ്യാൻ പേടിയാണ് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവരെയും പെണ്ണായിട്ട് അംഗീകരിക്കേണ്ടി വരുമല്ലോ. ഇപ്പോൾ പ്രസവം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര പേടിയുള്ള അല്ലെങ്കിൽ ഭയങ്കര പെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എല്ലാ പെണ്ണുങ്ങളും പ്രസവിക്കുന്നുണ്ട്. ഇത്രയും ഒരു പേടിയുള്ളതും വേദനയുള്ളതുമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിലും എല്ലാ പെൺകുട്ടികളും പ്രസവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് എന്താണ്, ആ അമ്മ അല്ലെങ്കിൽ ആ ഒരു മാതൃത്വം എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ അവരൊരു സ്ത്രീ ആയതുകൊണ്ട് ഒരു കുഞ്ഞിനെ ലാളിക്കണം എന്നുള്ളത് ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ട്രാൻസ് വുമൺ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അവർക്ക് ആ ഒരു ഇത്രയും ആ പ്രസവിക്കുന്നേക്കാളും ഇരട്ടി വേദനയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അവർ ആ ഒരു വേദനയിലൂടെ കടന്നു പോയിട്ടാണ് പെണ്ണെന്ന് പറയുന്ന ഒരു ജേണിയിലേക്ക് അല്ലെങ്കിൽ പെണ്ണായി മാറുന്നത്. സോ ഇവിടെ പേടിയാണ്, ഞാൻ കുറച്ച് എന്നാൽ സിലിക്കോൺ മാത്രം വെച്ചുകൊണ്ട് നടക്കാം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നൊരു വ്യക്തിയാണ് ജാസി എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത്രയധികം ആൾക്കാർ ജാസീനെ ഇങ്ങനെ നെഗറ്റീവ് പറയാനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ജാസിയുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇങ്ങനെ അഭിനയിക്കുന്നു, ഷർട്ടിൽ അഭിനയിക്കുന്നു, അത് അഭിനയിക്കുന്നു. അതോടുകൂടിയാണ് പിന്നെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പോലും ആരും ഈ പുള്ളിക്കാരിയെ ട്രാൻസ് വുമൺ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ പല ആൾക്കാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ നടന്നു. ഇപ്പം രേണുസുധിയുടെ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ രേണുസുധിയുടെ ഒരു സാധനം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ജാസിക്കുട്ടൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെ പോയാലും കുറേ ഓൺലൈൻ ചാനലുകളെ കൊണ്ടുപോയിട്ട് പുറകെ നടത്തി എന്താണ് ചെയ്യുന്നത്, വാഷ്റൂമിൽ പോയാലും ഇപ്പോൾ കൈ കഴുകാൻ പോയാലും വാഷ്റൂമിൽ പോയാലും എല്ലാം ഇപ്പം ജാസിമോൻ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ പല ഓൺലൈൻ ചാനലിലും ഇങ്ങനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ കണ്ടൻറ്റുകളും തരുന്നുണ്ട്, നെഗറ്റീവ് വൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള. ഇനിയിപ്പോൾ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു പരിപാടികളൊക്കെ കാണിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ കുവൈറ്റമ്മായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് കുറേ വെളുപ്പിലും ഇതിലും ഒന്നുമല്ല ഗൈസ് ഈ പെണ്ണിനേക്കാൾ സൗന്ദര്യം അല്ലെങ്കിൽ പെണ്ണിനേക്കാൾ എന്താണ് പെണ്ണിനേക്കാൾ ഈ ജാസിക്കുള്ളത് എന്ന് എനിക്കറിയത്തില്ല. കുറേ വെളുപ്പെന്ന് പറയുന്നതാണ് സൗന്ദര്യമെന്ന് ഇപ്പോഴും കുറേ ആൾക്കാരിങ്ങനെ മിഥ്യയായിട്ട് ചിന്തിച്ച് വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കുറേ ആൾക്കാരിങ്ങനെ കണ്ണു വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോറി ഗൈസ്, കുറേ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട് ഈ വെളുപ്പാണ് സൗന്ദര്യം. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കറുത്ത ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ഒരു മിഡിൽ കളറുള്ള ആൾക്കാർക്കാണെങ്കിലും പിന്നെ വൈറ്റ് കളർ ആൾക്കാർ എല്ലാവർക്കും അവരുടേതായ സൗന്ദര്യമുണ്ട്. ഓക്കെ, അപ്പോൾ പെണ്ണിനേക്കാൾ ഈ ജാസിക്ക് എന്താണ് സൗന്ദര്യം എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഈ അംഗലാവണ്യം എന്ന് പറയുന്നത് എന്താണ് സൈനേന്ദ്രി ദേവി മീൻ ചെയ്യുന്നത് എന്നും എനിക്കറിയത്തില്ല. സിലിക്കോണിനെ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഒരു ആണാണ് അല്ലെങ്കിൽ ഒരു പെണ്ണാണ് എങ്കിൽ ഒരു പെണ്ണിൻ്റെ ലൈഫാണ് നീ നശിപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, നീ ഒരു പെണ്ണിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് പ്രഗ്നൻ്റ് ആകുക അല്ലെങ്കിൽ ഒരു അമ്മയാകുക. അതിനെയാണ് നീ വെറും എന്താ പറയുക കളിയാക്കിയിട്ടുള്ളത്. സോ അതെന്തായാലും എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എത്ര സിലിക്കോൺ വെച്ചാലും എത്ര സാരി ഉടുത്ത് വെച്ചാലും എത്ര നൈറ്റി ഇട്ടാലും എത്ര ജീൻസും ടോപ്പും ഇട്ടാലും അല്ലെങ്കിൽ എത്ര എന്തിട്ടാലും ഈ കേരളത്തിലുള്ള മനുഷ്യരൊന്നും നിന്നെ ഒരു ട്രാൻസ് വുമൺ ആയിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ നിങ്ങൾ കമൻസിലാണെങ്കിലും നോക്കിയാൽ അറിയാം, ഈ കേരളത്തിലുള്ള ആരും തന്നെ നിങ്ങളെ ഒരു ട്രാൻസ് വുമൺ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ കമൻസിലെടുത്ത് നോക്കിയാലേ അറിയാം. ഏത് സൈനേന്ദ്രി ദേവി വന്ന് പറഞ്ഞാലും ആര് വന്ന് പറഞ്ഞാലും ആരും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ സൈനേന്ദ്രി ദേവിയെ കൊണ്ട് ആ വീഡിയോയിൽ പറയിപ്പിക്കുന്നുണ്ട് അല്ല എന്ന് പറഞ്ഞാലും ഞാനൊരു ആണാണ് അല്ലെങ്കിൽ ഞാനൊരു പെണ്ണാണെന്ന് പറയുമ്പോൾ അതാണ് അല്ലെ മറ്റുള്ളവർ പറയുന്നതല്ല. പിന്നെ എന്തുകൊണ്ടാണ് പല ആൾക്കാരെയും കൊണ്ടും പറയിപ്പിച്ച് നീ ഒരു പെണ്ണാണെന്ന് ഞങ്ങൾ എല്ലാവരും പറയണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ലേ, അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ പ്രൂവ് ചെയ്യിക്കാനല്ലേ ഈ പല ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? മര്യാദയ്ക്ക് നിൻ്റെ കാര്യം നോക്കി അതുപോലെ തന്നെ എന്തെങ്കിലും ഉദ്ഘാടനങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ ചെയ്തങ്ങ് പോയിക്കൂടെ? എന്തിനാണ് ഇങ്ങനെ കൺഫർമേഷൻ തന്ന് ചുമ്മാ ഈ ഒരു സംഭവങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നത്? എൻ്റെ ജാസിക്കുട്ടനെ, എനിക്കിത്രേ പറയാനുള്ളൂ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം ഓടി വരാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.